من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع أفلا تتذكرون. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഓരോരുത്തരിൽ നിന്നും ഉണ്ടാവണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം വർഷിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. വിശുദ്ധ ഖുർആൻ മഴയെക്കുറിച്ച് പറഞ്ഞത് റഹ്മത്ത് എന്ന പദമാണ്, കാരുണ്യം. ഹുവല്ലദീ അർസല റിയാഹ ബൈന യദൈ റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മത്തിഹി. അവന്റെ കാരുണ്യത്തിന് മുമ്പ് സന്തോഷവാർത്തയുമായി കാറ്റുകളെ അയക്കുന്നവനാകുന്നു അവൻ. വിശുദ്ധ ഖുർആൻ മഴയെക്കുറിച്ച് പറഞ്ഞത് റഹ്മത്ത്, കാരുണ്യം. മഴവെള്ളത്തെക്കുറിച്ച് പറഞ്ഞത് വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറക. ഉപരിലോകത്തുനിന്ന് ബർക്കത്താക്കപ്പെട്ട വെള്ളം നാം ഇറക്കുന്നു നാം. മഴവെള്ളത്തെക്കുറിച്ച് അനുഗ്രഹീതമായ വെള്ളം എന്നാ പറഞ്ഞു. മഴ അനുഗ്രഹമാണെന്നും അനുഗ്രഹീതമാക്കപ്പെട്ട വെള്ളമാകുന്നു മഴവെള്ളമെന്നും ഖുർആൻ പറയും. ലോകത്ത് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരടക്കമുള്ള സകല ജീവികൾക്കും ചെടികൾക്കും മരങ്ങൾക്കുമൊക്കെ അനുഗ്രഹമാണ് മഴ. ഏത് അനുഗ്രഹവും ചിലപ്പോൾ മനുഷ്യർക്ക് പ്രയാസവും ശിക്ഷയും ആകാറുണ്ട്. നമുക്കറിയാം, എല്ലാ സൃഷ്ടികൾക്കും അനുഗ്രഹീതമായ മഴ വെള്ളം കൊണ്ട് തന്നെയാണ് അള്ളാഹു ഒരു സമൂഹത്തെ നശിപ്പിച്ചതും. അപ്പൊ ഏതൊരു അനുഗ്രഹവും, ഇപ്പൊ നമുക്കറിയാം തീ അത് അനുഗ്രഹമാണ്, എന്നാൽ ചിലപ്പോൾ അത് പ്രയാസകരമായ അവസ്ഥയും അതുകൊണ്ടുണ്ടാകും. ഏത് അനുഗ്രഹവും അങ്ങനെ തന്നെയാണ്. അപ്പൊ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ മനസ്ഥിതി കൊണ്ടും അവരുടെ പ്രാർത്ഥന കൊണ്ടും പ്രയാസകരമായ അവസ്ഥകളെപ്പോലും ഇഹലോകത്തും പരലോകത്തും അവർക്ക് ഗുണകരമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നതാണ് വിശ്വാസികളുടെ പ്രത്യേകത.
അപ്പൊ നമുക്കറിയാം, പ്രവാസത്തിന്റെ കൊടും ചൂടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന, നാട്ടിലേക്ക് വരുന്ന ആളുകൾ ആ മഴയുടെ ശബ്ദം, ചില ആളുകൾ അത് വലിയ അനുഗ്രഹമായിട്ട് പറയും. മഴയുടെ ശബ്ദം കേട്ടുകൊണ്ട് കിടന്നുറങ്ങാനും മഴയും കൊണ്ടുകൊണ്ടും യാത്ര ചെയ്യാനും, അങ്ങനെ ആ മഴയും തണുപ്പും ആസ്വദിക്കുന്ന കുറെ ആളുകൾ നമുക്ക് കാണാൻ പറ്റും. വേറെ ചില ആളുകൾ പറയാ, നാട്ടിലേക്ക് പോയാൽ എല്ലായിടത്തും ഇങ്ങനെ ചീഞ്ഞൊലിച്ച് ചളിവിളിയായി ഇടങ്ങാറാണ് എന്ന് ചിന്തിക്കുന്ന അങ്ങനെയും കുറെ ആൾക്കാരെ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ നമ്മുടെ ചിന്തയും മനസ്ഥിതിയും അതിനോടുള്ള നമ്മുടെ സമീപനവും എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്കത് അനുഗ്രഹീതമായി തോന്നുകയും പ്രയാസകരമായി തോന്നുകയും ചെയ്യും. ഇനി പ്രയാസകരമായ കാര്യങ്ങളാണെങ്കിൽ പോലും ആ പ്രയാസം സഹിച്ചുകൊണ്ട് തന്നെ അതിനെ ഉപയോഗപ്പെടുത്താനും ആ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്താനും വിശ്വാസികൾക്ക് സാധിക്കും. അപ്പൊ ഞാൻ ഇന്നത്തെ ഖുത്ബയിൽ ഉദ്ദേശിക്കുന്നത് എല്ലാ സാഹചര്യങ്ങളെയും നമ്മുടെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന പോസിറ്റീവ് ചിന്തയോടുകൂടി എല്ലാത്തിനെയും അനുഗ്രഹീതമാക്കിയെടുക്കുകയും എല്ലാ പ്രയാസങ്ങളെയും നമുക്ക് ഇഹലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് പറയാൻ വേണ്ടിയാണ്. നമ്മൾ മനസ്സിലാക്കി, മഴ അനുഗ്രഹമാണ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം പലർക്കും മഴ അനുഗ്രഹമായിരിക്കും. എന്നാൽ വേറെ വല്ല ഫംഗ്ഷനും ഒക്കെ നിശ്ചയിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം മഴ പ്രയാസകരായിരിക്കും. ആ പ്രയാസം സഹിച്ചുകൊണ്ടും അവനവന്റെ കാര്യങ്ങൾ സാധിപ്പിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം എന്നതാണ് വിശ്വാസികൾ ചിന്തിക്കേണ്ടത്. എന്നാൽ ചില ആളുകൾ പലപ്പോഴും ഈ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാതെ ഇതിനൊക്കെ ശപിച്ചുകൊണ്ടിരിക്കുന്ന, ഏത് പ്രയാസകരമായ അവസ്ഥയിലും മനസ്സിനെ കൂടുതൽ പ്രയാസത്തിലാക്കുകയും അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ നന്ദി കെട്ടവരായ ഒരവസ്ഥയിലേക്ക് മാറുന്ന ഒരു അവസ്ഥ പലരുടെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മഴയെക്കുറിച്ച് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് മഴ വർഷിക്കുന്നത്. കാലത്തെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ നമ്മെ അറിയിച്ചു, ലാ തസുബ്ബുദ്ദഹ്റ വ അനദ്ദഹ്റു, നിങ്ങൾ കാലത്തെ ആക്ഷേപിക്കരുത്, കാലത്തെ നിയന്ത്രിക്കുന്നവൻ ഞാനാകുന്നു, നിങ്ങൾ കാലത്തെ ആക്ഷേപിക്കരുത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ നമ്മെ അറിയിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഗുണകരമായിരുന്നാലും നമുക്ക് പ്രയാസകരമായിരുന്നാലും ഏത് അനുഗ്രഹവും ചിലപ്പോൾ നമുക്ക് പ്രയാസകരമാവും, ചിലപ്പോൾ ഗുണകരമാകും. ആ പ്രയാസകരമായാലും ഗുണകരമായാലും ഒക്കെ അതിന് പ്രയാസകരമാകുമ്പോൾ അള്ളാഹുവിനോട് ആ പ്രയാസത്തിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കുക, ഗുണകരമാകുമ്പോൾ അതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. ഈ ഒരവസ്ഥയാണ് വിശ്വാസികളിൽ ഉണ്ടാവേണ്ടത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി വ കാഫിറുൻ. അല്ലാഹു പറയാ, എന്റെ ദാസന്മാരിൽ എന്നിൽ വിശ്വസിക്കുന്ന ആളുകളും എന്നിൽ കുഫർ വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്, നിഷേധം നന്ദികേട് വെച്ച് പുലർത്തുന്ന ആളുകളും. മഴയെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞതായിട്ട് റസൂലുള്ള അറിയിക്കുക. അപ്പൊ അമ്മാമൻ ഖാല, ഏതൊരുവൻ പറഞ്ഞുവോ, മുത്തിർനാ ബി ഫളില്ലാഹി വ ബി റഹ്മത്തിഹി, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും അവന്റെ കാരുണ്യം കൊണ്ടും മഴ വർഷിച്ചിരിക്കുന്നു എന്ന് ഏതെങ്കിലും ഒരുവൻ പറഞ്ഞാൽ, ഫദാലിക മുഅ്മിനും ബി, അവൻ എന്നിൽ വിശ്വസിച്ചവനാണ്, വ കാഫിറും ബിൽ കൗകബി, ഗ്രഹനിലകളിൽ അവിശ്വസിച്ചവനാണ്. അപ്പൊ ഗ്രഹനിലകളും കാലാവസ്ഥയും ഒക്കെ അള്ളാഹു നിയന്ത്രിക്കുന്നവനായതുകൊണ്ട് എല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത്. ഇന്ന് അള്ളാഹുവിന്റെ ഇന്ന വ്യവസ്ഥ നിശ്ചയിച്ച ഇന്ന വ്യവസ്ഥ പ്രകാരം മഴ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറയുകയല്ലാതെ, ഇന്ന കാലമായത് കർക്കിടക മാസമായത് കൊണ്ടാണ് മഴ പെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്നാലിന്ന അതാ പിന്നെ പറയുന്ന അതാ. അമ്മാമൻ ഖാല, ഏതൊരുവൻ പറയുന്നുവോ, മുത്തിർനാ ബി നൗഇൻ കദാ വ കദാ, ഇന്നാലിന്ന ഞാറ്റുവേല കൊണ്ടാണ് മഴ വർഷിക്കുന്നത് ഏതെങ്കിലും ഒരുവൻ പറഞ്ഞാൽ,
കാഫിറും ബി, അവൻ എന്നിൽ അവിശ്വസിച്ചവനാണ്. മുഅ്മിനും ബിൽ കൗകബി, ഗ്രഹങ്ങളിലും ഗ്രഹനിലകളിലും വിശ്വസിച്ചവനുമാണ്. അപ്പൊ പ്രകൃതി ശക്തി ഗ്രഹങ്ങളല്ല, പ്രകൃതി ശക്തി ഞാറ്റുവേലകളല്ല, പ്രകൃതി ശക്തി ഈ പ്രപഞ്ചത്തിലെ ഗോളങ്ങളോ ഗ്രഹങ്ങളോ ഒന്നുമല്ല. നേരെ മറിച്ച് അതിനെ മുഴുവൻ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന അള്ളാഹുവാണ് യഥാർത്ഥ ശക്തി നിയന്ത്രിക്കുന്നവൻ. അവന്റെ തീരുമാനപ്രകാരമാണ് എല്ലാം നടക്കുന്നത് എന്ന് ഏതൊരുവൻ വിശ്വസിക്കുന്നുവോ അവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കാം. അതെല്ലാം പറഞ്ഞു വരുന്നത്, ഈ അനുഗ്രഹം ഇതിപ്പോ തുടർച്ചയായി മഴ പെയ്യുമ്പോ ചിലപ്പോൾ നമുക്ക് പ്രയാസം തന്നെ ആയിരിക്കും. മഴ റഹ്മത്താണെങ്കിലും അത് തുടർച്ചയായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ജോലിക്ക് പോകാനും അതുപോലെ തന്നെ യാത്ര ചെയ്യാനും ഒക്കെ പ്രയാസമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ഇപ്പറഞ്ഞ കാര്യം നമുക്ക് ഓർമ്മ വേണം. നിങ്ങൾ ഇതിനൊന്നും ആക്ഷേപിക്കരുത്, ഇതിനൊക്കെ നിയന്ത്രിക്കുന്നത് ഞാനാണ്. അപ്പൊ തുടർച്ചയായിട്ട് മഴ പെയ്യുന്നുണ്ടെങ്കിൽ അതിന് അള്ളാഹുവിന്റെ തീരുമാനം, അള്ളാഹുവിന് അതിന് പിന്നെ ഒരു യുക്തി ഉണ്ടാകും. ആ യുക്തി ഒരുപക്ഷെ നമുക്ക് അറിഞ്ഞോളണമെന്നില്ല. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത്. അള്ളാഹു തീരുമാനിച്ചത് കൊണ്ടാണ് മഴ പെയ്യുന്നത്. കാലാവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത്. അപ്പോഴും നമ്മൾ ചൂടാണെങ്കിലും നമ്മൾ കുറ്റം പറയും, മഴയാണെങ്കിലും നമ്മൾ കുറ്റം പറയും. മഴ കൊണ്ട് തണുപ്പ് വരും, അന്തരീക്ഷം നന്നാവും, നമ്മുടെ കൃഷികളൊക്കെ സമൃദ്ധമാവും. എന്നാലും നമുക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകും. ഇത് പെയ്തിട്ടില്ലെങ്കിലും പ്രയാസമാണ്, പെയ്താലും പ്രയാസമാണ്. ഇവിടെയൊക്കെയാണ് വിശ്വാസി ചിന്തിക്കേണ്ടത്. ഇതൊക്കെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. എനിക്ക് ഗുണകരമായിരുന്നാലും പ്രയാസകരമായിരുന്നാലും എന്തായിരുന്നാലും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം വരുന്നതിന് ഞാൻ നന്ദി കേട് പറയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്ത് മഴമേഘം പ്രത്യക്ഷപ്പെട്ടാൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ള പറയും, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഉപകാരപ്രദമായ മഴ നൽകണമേ എന്ന് പറയും. അപ്പൊ നമ്മൾ മഴ വരുമ്പം അല്ലെങ്കിൽ മഴമേഘം ഉണ്ടാകുമ്പോൾ അള്ളാഹുവെ ഉപകാരപ്രദമായതാക്കണേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായതാക്കണേ എന്ന് പറയും. ഒരുപാട് പ്രയാസങ്ങൾ അതുകൊണ്ട് നമുക്ക് അനുഭവപ്പെട്ടാൽ പോലും നമ്മളത് അള്ളാഹുവിനോട് പറയാ, പഠിച്ചവനെ പ്രയാസങ്ങളൊക്കെ നീക്കി തരണേ, ഞങ്ങൾക്ക് പ്രയാസകരമല്ലാതെ നിനക്ക് ഗുണകരമായതാക്കി തീർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. അതുകൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടങ്ങേറിച്ച മഴ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോഴും റസൂലുള്ള പറയും, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, പടച്ചവനെ ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ല, പ്രയാസകരമല്ലാത്ത ജനതാമസമില്ലാത്ത മലമേഖലയിലേക്കും മറ്റും തിരിച്ചുവിട്ട് ഞങ്ങളത് രക്ഷപ്പെടുത്തണം. അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുവേ ഞങ്ങളിലേക്കല്ല ഞങ്ങൾക്ക് ചുറ്റുപാടുകൾ മലമേഖലയിലേക്കും മറ്റും തിരിച്ചുവിടണം എന്ന് പറയും. ഇങ്ങനെ അള്ളാഹുവിനോട് ഗുണത്തിന് വേണ്ടി തേടുക, അള്ളാഹുവിനോട് ഷെറിൽ നിന്ന് രക്ഷ തേടുക എന്നതല്ലാതെ ഒരിക്കലും ചൂടായിരുന്നാലും തണുപ്പായിരുന്നാലും ഒന്നും ഈ പ്രകൃതിയിലുള്ള ഒരു പ്രതിഭാസത്തെയും ആക്ഷേപിക്കുന്ന, കുറ്റം പറയുന്ന ഒരു രീതി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. വിശ്വാസികളിൽ അത് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ എല്ലാ പ്രതിഭാസങ്ങളെയും എല്ലാ കാര്യങ്ങളെയും അത് നമ്മുടെ അനുകൂലമായ ചിന്തകൾ കൊണ്ട്, മനസ്ഥിതി കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഇഹലോകത്തേക്കും പരലോകത്തേക്കും അനുഗ്രഹീതമാക്കി മാറ്റിയെടുക്കാൻ വിശ്വാസികൾക്ക് സാധിക്കും എന്നാണ് നമുക്ക് ഈ ആയത്തിൽ നിന്നും ഹദീസുകളിലൊക്കെ മനസ്സിലാകുക. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ ഏറ്റവും മനുഷ്യർക്ക് എല്ലാ സൃഷ്ടികൾക്കും ഏറ്റവും അനുഗ്രഹീതമായ ഒരു കാര്യമാണല്ലോ മഴ എന്ന് പറയുന്നത്. ഈ മഴയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ അത് മാത്രം മതി ഒരു മനുഷ്യൻ ഹിദായത്തിലാവാൻ, ഹിദായത്തിൽ അടിയുറച്ചു നിൽക്കാനും. മഴയെക്കുറിച്ച് അള്ളാഹു നമുക്ക് അവന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി ഒരു മനുഷ്യൻ ഹിദായത്തിൽ അടിയുറച്ചു നിൽക്കാൻ. ഖുർആനിൽ നിങ്ങൾ നോക്കൂ, ഖുർആനിൽ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം, ആകാശങ്ങളെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ള മുഴുവൻ വസ്തുക്കളെയും അള്ളാഹു 6 ഘട്ടങ്ങളിലായി സൃഷ്ടിച്ചിരിക്കുന്നത് ഖുർആൻ 7 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ആകാശങ്ങളെയും ഭൂമിയെയും അതിനിടയിൽ എന്തൊക്കെ ഉണ്ടോ അതിനെ അള്ളാഹു 6 ഘട്ടങ്ങളിലായി സൃഷ്ടിച്ചിരിക്കുന്നു. സൃഷ്ടിപ്പെന്നോ കഴിഞ്ഞു കഴിഞ്ഞു. അപ്പൊ മഴപ്പോഴല്ലേ പെയ്യുന്നത്, പക്ഷെ എന്നോ സൃഷ്ടിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ എന്നോ സൃഷ്ടിച്ചു പോയിട്ടുണ്ട് ഈ വെള്ളമൊക്കെ.
6 ഘട്ടങ്ങളിൽ അള്ളാഹ് എന്തൊക്കെ സൃഷ്ടിച്ചോ അതല്ലാത്തതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. എത്ര വലിയ അത്ഭുതകരമായ കാര്യമാണ് പടച്ചതമ്പുരാൻ ഈ പറഞ്ഞിരുന്നെന്ന് അറിയോ? എന്തിനാ നമ്മളോട് ഖുർആൻ 7 സ്ഥലത്തൊക്കെ അത് പറഞ്ഞത്? നമ്മൾ ചിന്തിക്കാൻ വേണ്ടി തന്നെയാണ്. മഴ എന്ന് പറഞ്ഞാല് ഖുർആൻ പറഞ്ഞേ വസ്സമാഇ ദാത്തിർ റജ്അ്, ആവർത്തനമുള്ള ആകാശം തന്നെയാണ് സത്യം എന്നാ. ആകാശത്തിലേന്ന് മഴ പെയ്യുന്നു, ഈ വരണ്ട ജലാശയങ്ങളൊക്കെ പ്രദേശങ്ങളൊക്കെ വെള്ളം നിറയുന്നു, ചെടികളൊക്കെ വലിച്ചെടുക്കുന്നു, മനുഷ്യർ കുളവും കിണറും ഒക്കെ നിറയുന്നു, മനുഷ്യരത് കോരിയെടുക്കുന്നു, കുടിക്കുന്നു, അലക്കുന്നു, ഉപയോഗിക്കുന്നു, വീണ്ടും ഭൂമിയിൽ വ്യാപിക്കുന്നു, വീണ്ടും ബാഷ്പീകരണം നടക്കുന്നു. അത് പിന്നെ അള്ളാഹു നിശ്ചയിച്ച സമയമാകുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് വീണ്ടും പെയ്യുന്നു. അതേ പ്രക്രിയ എങ്ങനെ ചാക്രികമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതാ വസ്സമായി ദാത്തിർ റജ്അ്. ഇത് പുതുതായിട്ട് സൃഷ്ടിക്കുന്നതല്ല. അത് 7 സ്ഥലത്ത് അള്ളാഹു നമുക്കത് പറഞ്ഞു തരുമ്പോൾ നമ്മൾ ചിന്തിക്കാനും അള്ളാഹുവിനെ തിരിച്ചറിയാനും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ തിരിച്ചറിയാനും വേണ്ടി തന്നെയാണ് അത് പറഞ്ഞത്. 7 സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞു അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ 6 അയ്യാം. 6 ഘട്ടങ്ങളിലായിക്കൊണ്ട് എന്തൊക്കെ റബ്ബ് സൃഷ്ടിച്ചോ അതേ പ്രപഞ്ചത്തിലുള്ളൂ. ചെടികള് ഈ മഴ പെയ്യുമ്പോ ഈ വിത്തിന്റെ അവശിഷ്ടത്തൊക്കെ മണ്ണിന്റെ ലവണങ്ങൾ വലിച്ചെടുത്ത് ചെടികൾ ഉണ്ടാകുന്നു. ഈ മഴ നിന്ന് ശക്തമായ വെയിലറയ്ക്കുമ്പോ ഈ ചെടികളൊക്കെ വീണ്ടും ഉണങ്ങി മണ്ണായി തീരുന്നു. അതിങ്ങനെ ഈ പ്രകൃതിയിലെ വസ്തുക്കൾ ഇങ്ങനെ രൂപമാറ്റം വരികയല്ലാതെ ഒന്നും പുതുതായി സൃഷ്ടിക്കപ്പെടുന്നില്ല. അതാ 6 സ്ഥലത്ത് അങ്ങനെ പറഞ്ഞത്. അള്ളാഹു 6 ഘട്ടത്തിലായി സൃഷ്ടിച്ചു വെച്ചത് ഈ ഭൂമിയിലുള്ളൂ എന്ന് പറഞ്ഞുള്ള അതാ. അപ്പൊ നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനി ഖുർആനിലെ മഴയെ കുറിച്ച് പറഞ്ഞത് ഒരു സ്ഥലം നമ്മൾ ചിന്തിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നത് മറ്റൊരു സ്ഥലം സൂറത്തുൽ വാഖിഅ. അത് പാരായണം ചെയ്താലും മനസ്സിന് ഐശ്വര്യം ഉണ്ടാവുന്ന, ഐശ്വര്യം മനസ്സിന് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നല്ല, ഐശ്വര്യം ഉണ്ടാവുന്ന. എന്ത് ദാരിദ്ര്യവും പ്രയാസം ഉണ്ടെങ്കിലും ഇല്ലായ്മ തോന്നൂല, പ്രയാസം തോന്നൂല. ആ സൂറത്തുൽ വാഖിഅ പഠിച്ച സൂറത്തുൽ വാഖിഅയിൽ സ്വർഗ നരകങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുന്ന അതിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ചൂണ്ടിക്കാണിച്ച് പറഞ്ഞിരുന്ന കാര്യമാണ് മഴ എന്ന് പറഞ്ഞത്. സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ അള്ളാഹു അവിടെ നമുക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചും അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ഈ കാണുന്ന പ്രകൃതിയിലെ മുഴുവൻ കാര്യങ്ങളും കണ്ടിട്ടും ഇതിനെ ഒന്നും സംവിധാനിച്ച ഒരാളില്ല എന്ന് നിഷേധിക്കുന്ന അഹങ്കാരിയായ ഒരു മനുഷ്യനും ഒരുക്കി വെച്ചിട്ടുള്ള ശിക്ഷയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹ് ചോദിക്കുക, അതൊക്കെ അള്ളാഹ്ക്ക് കഴിയൂല എന്നല്ല നിങ്ങളെ വിശ്വാസം? നിങ്ങൾ മഴയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല? ഇതാ അത്ഭുതകരം. പരലോകം എന്നത് സ്ഥിരപ്പെടുത്താൻ വേണ്ടി അള്ളാഹ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ കാണുന്നില്ലേ? അപ്പുറത്തും കാണുന്നില്ലേ? അള്ളാഹ് 6 ഘട്ടത്തിൽ സൃഷ്ടിച്ച വെള്ളത്തിൽ നിന്ന് എല്ലാ കൊല്ലവും നിങ്ങൾക്കും ജീവികൾക്കും ഈ ചെടികൾക്കും മരങ്ങൾക്കും കുളിക്കാനും ഉപയോഗിക്കാനും പറ്റുന്ന രൂപത്തിൽ അള്ളാഹ് മഴ വർഷിക്കുന്ന. അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണ് അതല്ല നാമാണോ അത് ഉപരിലോകത്ത് നിന്ന് ഇറക്കുന്നത്? ഉപരിലോകത്തു നിന്ന് അത് ഇറക്കാൻ വേണ്ടി അള്ളാഹു ചെയ്തു വെച്ച സംവിധാനം. ഇനി ഭൂമിയിലാണെങ്കിലോ, ഭൂമിയില് ഉപരിലോകത്ത് നിന്നൊരു തോതനുസരിച്ച് ഓരോ പ്രദേശത്തേക്കും ഇത്ര വേണമെന്ന് നമ്മളൊരു തോതനുസരിച്ച് അതിനെ ഇറക്കുന്നു. എന്നിട്ട് ഭൂമിയിൽ അത് തങ്ങി നിർത്തുന്നു. അത് വലിയ ഏറ്റവും വലിയ ദൃഷ്ടാന്തം. ഇതൊക്കെ പറയുന്നത് എവിടെയാണെന്നറിയോ? അള്ളാഹു സ്വർഗത്തെ കുറിച്ചും നരകത്തെ കുറിച്ചും പറഞ്ഞു തരുമ്പോ, സ്വർഗ നരകങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തരുമ്പോ മനുഷ്യന്മാർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചോന്ന് കഴിയോ എന്നിങ്ങനെ തോന്നുമ്പോ, മനുഷ്യ അങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നിഷേധിക്കുന്ന മനുഷ്യ, നിനക്കിതൊന്നും കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് ചോദിക്കുന്നത്. ഈ ഭൂമി എന്ന് പറഞ്ഞാല് മഴ പെയ്യും, മഴവെള്ളം ശരിക്ക് താഴോട്ട് അങ്ങോട്ട് ആഴ്ന്നു പോവുകയാണ് വേണ്ടത്. പക്ഷെ മഴ പെയ്യുമ്പോ വെള്ളം ഭൂമിയിലേക്ക് അങ്ങോട്ട് താഴ്ന്നു പോകുന്നില്ല. വെള്ളം ഭൂമിയിൽ ഈ ഭൂമുഖത്തുള്ള ചെടികൾക്കും മരങ്ങൾക്കും വലിച്ചെടുക്കാവുന്ന രൂപത്തിൽ, മനുഷ്യർക്ക് കുഴിച്ചെടുക്കാവുന്ന രൂപത്തിൽ ഒരു നിശ്ചിത വിധാനത്തിൽ ഇങ്ങനെ തങ്ങി നിർത്തുകയാണ്. ഭൂമിയിൽ പ്രത്യേക പലകകൾ, പ്ലേറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇതിന്റെ ഉൾഭാഗം തിളച്ചു മറയുന്ന ലാവയാണ് ഈ ഭൂമിയുടെ ഉൾഭാഗം. അതിലേക്ക് വെള്ളം അങ്ങ് ആഴ്ന്നിറങ്ങി മുഴുവൻ തണുത്തുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവേണ്ടത് നമ്മുടെ ബുദ്ധി അനുസരിച്ച്.
പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ തീരുമാനിച്ചു. എന്ത്? വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ. നാം ഒരു പ്രത്യേക തോതനുസരിച്ച് ഉപരിലോകത്ത് നിന്ന് വെള്ളത്തെ ഇറക്കും. ഫഅസ്കന്നാഹു ബിൽ അർളി, എന്നിട്ട് ഭൂമിയിൽ അതിനെ തങ്ങി നിർത്തും. ഭൂമിയുടെ ഉപരിതലത്തിൽ മനുഷ്യർക്കും ചെടികൾക്കും ജീവികൾക്കും ഉപയോഗിക്കാവുന്ന രൂപത്തിൽ അതിനെ തങ്ങി നിർത്തും. വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറുൻ, അതില്ലാതെയാക്കാൻ നമുക്ക് കഴിയും. അപ്പൊ ഇതൊക്കെ എങ്ങനെ ചോദിക്കാം? അഫറഅയ്തും, നിങ്ങൾ കാണുന്നില്ലേ? അൽമാ അല്ലദീ തശ്റബുൻ, കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അന്തും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നാമാണോ അതല്ല നിങ്ങളാണോ അതൊക്കെ സംവിധാനിക്കുന്നത്? ഇങ്ങനെ അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച്, ഭൂമിയിൽ അള്ളാഹു സംവിധാനിച്ചു വെച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട്, അങ്ങനെ ഓരോന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് മനുഷ്യനോട് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ ഇതൊക്കെ ഇല്ലായ്മ, യാതൊരു മുൻമാതൃകയും ഇല്ലാതെ ആരും മുൻകൂട്ടി പറഞ്ഞു തരികയോ കാണിച്ചു തരികയോ ഉപദേശം നൽകുകയോ ചെയ്യാതെ അന്യൂനമായി സംവിധാനിച്ച സംവിധാനങ്ങളാണിത്. എന്നിട്ട് ഇതില്ലാതെയാക്കി മറ്റൊന്ന് സംവിധാനിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് നിങ്ങൾ സംശയിക്കുകയാണോ എന്നുള്ളതൊക്കെയാണ് ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത് ഖുർആനില്ല. ഖുർആൻ സൂറത്ത് നൂറില് പറഞ്ഞു അലം തറ, അവിടെയും ചോദിച്ചു അലം തറ, നിങ്ങൾ കാണുന്നില്ല, ചിന്തിക്കുന്നില്ല എന്ന്. അന്നല്ലാഹ യുസ്ജി സഹാബ, അള്ളാഹു മേഘത്തെ തെളിക്കുന്നു. സുമ്മ യുഅല്ലിഫു ബൈനഹു, എന്നിട്ട് അതിനെ കൂട്ടി യോജിപ്പിക്കുന്നു. സുമ്മ യജ്അലുഹു റുക്കാമ, എന്നിട്ട് ആ മേഘങ്ങളെ അടുക്കടുക്കാക്കി തീർക്കുന്നു. ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി, എന്നിട്ട് ആ അടുക്കടുക്കാക്കി കൂട്ടി യോജിപ്പിച്ച മേഘങ്ങളിൽ നിന്ന് മഴ വർഷിക്കുന്നതായി നിനക്ക് കാണാം. സൂറത്തുൻ നൂർ. അപ്പൊ ഇങ്ങനെ അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങളെ മനുഷ്യർ തിരിച്ചറിയുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സംവിധാനിച്ചു വെച്ച ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കണമെന്നും അള്ളാഹു നമുക്ക് വേണ്ടി സംവിധാനിച്ചു വെച്ച പരലോകത്തെക്കുറിച്ച് സുദൃഢമായ വിശ്വാസമുള്ളവരായി തീരണമെന്നും വിശുദ്ധ ഖുർആനിലുടനീളം അള്ളാഹു ഇങ്ങനെ ആവർത്തിച്ചിങ്ങനെ സ്വർഗനരകങ്ങളെ കുറിച്ച് പറയുന്ന പല സ്ഥലങ്ങളിലും അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ, ഇപ്പൊ നമ്മൾ വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്ന സൂറത്തിൽ ശിക്ഷയെക്കുറിച്ചും സ്വർഗീയ അനുഗ്രഹങ്ങളെ കുറിച്ചും പറഞ്ഞ് സൂറത്തുൽ ഗാശിയയിൽ എന്നിട്ടാ ചോദിക്കുന്ന അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വൈലസ് സമാഇ കൈഫ റുഫിയത് വൈലൽ അർളി കൈഫ സുത്തിയത് വൈലൽ ജിബാലി കൈഫ നുസിബത്ത് എന്നൊക്കെ ചോദിക്കുന്നത് ഒക്കെ വലിയ ദൃഷ്ടാന്തങ്ങളാണ്. അപ്പൊ അള്ളാഹു ഈ നിലക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് അടുക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ എന്നെ നിങ്ങളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികൾ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം. 6 ഘട്ടങ്ങളിലായിക്കൊണ്ട് ആകാശങ്ങളെയും ഭൂമിയെയും അവക്കിടയിലുള്ളതിനെയും സൃഷ്ടിച്ചവനാകുന്നു അള്ളാഹു. സുമ്മസ്തവാ അലൽ അർശ്, അവൻ അവന്റെ അർശിൽ ഉപവിഷ്ടനാവുകയും ചെയ്തു. മാലക്കും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ ശഫീഅ, നിങ്ങൾക്ക് അവനെ കൂടാതെ ഒരു വലിയില്ല, ഒരു ഷഫീഉ ഇല്ല. അഫലാ തതദക്കറൂൻ, നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ? അപ്പൊ ഞാൻ ഒന്നാം ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ചെറുതും വലുതുമായ മുഴുവൻ സൃഷ്ടികളെക്കുറിച്ചും ചിന്തിച്ച് പഠിച്ച് ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു അടിമയിൽ നിന്ന്, അവന്റെ മനസ്സിൽ നിന്ന് അന്തിമമായി വരുന്ന പ്രഖ്യാപനമാണ് എനിക്ക് എൻ്റെ റബ്ബല്ലാതെ മറ്റൊരു വലിയോ ഒരു ഷഫീഉ ഇല്ല എന്നത്. റബ്ബല്ലാത്തൊരു വലിയ എനിക്കില്ല, ഒരു ഷഫീഉ എനിക്കില്ല. ഷഫീഉ എന്ന് പറഞ്ഞാൽ ഒരു റെക്കമെൻഡ് ചെയ്യുന്നവൻ. എനിക്ക് വേണ്ടി ഞാൻ എന്ത് വേണ്ടാത്തരം ചെയ്താലും എന്നെ രക്ഷപ്പെടുത്താൻ ഒരു ഷഫീഉ എനിക്കില്ല. വലിയ എന്ന് പറഞ്ഞാൽ രക്ഷാധികാരി, സംരക്ഷണം നൽകുന്ന. അള്ളാഹു അല്ലാതെ ഒരു വലിയ ഒരു അഭയകേന്ദ്രമോ ഒരു രക്ഷാധികാരിയോ എനിക്കില്ല, ഒരു ഷഫീഉ എനിക്കില്ല. അത്
അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒരു അടിമയുടെ മനസ്സിൽ നിന്ന് വരുന്ന വാക്കാണ്. മാലക്കും മിൻ ദൂനിഹി മിൻ വലിയും വലാശ, എനിക്ക് അള്ളാഹു അല്ലാതെ ഒരു ഷഫീഅോ ഒരു വലിയോ ഇല്ല എന്ന്. ഖുർആൻ മുഴുവൻ പഠിക്കുകയും അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ അനുഗ്രഹങ്ങളുടെയും ദാതാവായ അള്ളാഹുവിലേക്കാണ് ഞാൻ മനസ്സിനെ സമർപ്പിക്കേണ്ടത്. അവനെ മാത്രം ആണ് അഭയകേന്ദ്രമായി കണ്ടുകൊണ്ട് ഞാൻ അവന്റെ ദാസനായിക്കൊണ്ട് ജീവിക്കേണ്ടുന്നവരാണ് എന്ന ഒരു അവസ്ഥയിലേക്ക് ഓരോ വിശ്വാസിയും എത്തിപ്പെടും. അതിന് ഖുർആൻ പഠിക്കണമെന്ന് മാത്രം. അപ്പൊ നമ്മൾ ഓതുന്ന ഈ ഖുർആൻ തന്നെ അല്ലേ എല്ലാവരും പഠിക്കുന്നത്? ഇത് അള്ളാഹ് പറഞ്ഞതാണല്ലോ, നമ്മളാരും പറഞ്ഞതല്ലല്ലോ. 921 ശേഷം കേരളത്തിൽ ഏതെങ്കിലും ആൾക്കാർ പറഞ്ഞതല്ല, അത് അള്ളാന്റെ ഖുർആനിലുള്ളതാ. മാലക്കും മിൻ ദൂനിഹി മിൻ വലിയും വലാ ഷഫീൻ അഫലാ തതദക്കറൂൻ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഓതുന്ന ഖുർആൻ തന്നെ അല്ലേ അവർ ഓതുന്നത്? ഖുർആൻ അതൊക്കെ തന്നെ, ഖുർആൻ അത് തന്നെയാണ്. പക്ഷേ ഖുർആൻ പറയുന്നൊരു കാര്യമുണ്ട്. ഏത് പിഴച്ചു പോയ സമൂഹത്തിനും ശൈത്താൻ അവരുടെ അമലുകളെ അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കും, അതിന് ന്യായീകരണം തോന്നിപ്പിച്ചു കൊടുക്കും. അങ്ങനെ കുറെ ന്യായീകരണങ്ങൾ തോന്നിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് തെറ്റിച്ച് അള്ളാഹു ആദരിച്ച മഹാന്മാരിലേക്ക് അവരുടെ മനസ്സിനെ തിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. ഇപ്പോ ഇന്നും ഇന്നലെയുമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു നേതാവിന്റെ പ്രസംഗത്തിൽ അള്ളാഹുവിനും നമുക്കുമിടയിൽ ഇടയാളന്മാരുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞതിനെ ഒരു വിവാദമായിക്കൊണ്ട് ചർച്ച നടക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ ചിന്തിച്ചാല് ഇവര് അള്ളാഹുവിന് പുറമെ ഇടയാളന്മാരെ നിശ്ചയിക്കേണ്ടുന്ന ആവശ്യമുണ്ട് എന്ന് പറയുന്നു. അത് ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകൾ പുത്തൻവാദികളാണ് എന്നും പറയുന്നു, പിഴച്ചു പോയവരാണ് എന്ന് പറയുന്നു. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട, അള്ളാഹുവിന്റെ ഖുർആനിൽ എന്ത് പറഞ്ഞു? ഖുർആനിൽ നിങ്ങള് മഹാന്മാരെ അള്ളാഹുവിലേക്ക് ഇടയാളന്മാരാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഖുർആനിലുള്ള പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടോ? ഇല്ല, ഖുർആനിലില്ല. ഹദീസുകളിൽ ഏതെങ്കിലും പ്രാർത്ഥനകളിലുണ്ടോ ഇടയാളന്മാരെ ആക്കിക്കൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ കാര്യങ്ങൾക്കും വിശ്വാസികൾക്ക് മാതൃക കാണിച്ച പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യത്തിലും മാതൃക കാണിച്ചുകൊണ്ട് ഏതെങ്കിലും അമ്പിയാക്കന്മാരെ ഇബ്രാഹിം നബിയോ ഇസ്മായിൽ ഏതെങ്കിലും ആളുകളെ ഇടയാളന്മാരെ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ അങ്ങനെ ഒരു രീതി പഠിപ്പിച്ചതായിട്ട് ഹദീസുകളിലുണ്ടോ? ഇല്ല. എന്നാൽ ഖുർആനിലും ഇല്ല, ഹദീസിലും ഇല്ല. ആദ്യ കാലകാരക്കാരായ ആദ്യത്തെ 3 നൂറ്റാണ്ടിലെ ഇമാമിങ്ങൾ ഒരുപാടുണ്ടല്ലോ. ആ ഇമാമിങ്ങൾ ഇമാം അബു ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം ഷാഫി, 4 ഇമാമിങ്ങൾ ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിലെ ഇമാം. ഈ ഇമാമിങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഇപ്പറഞ്ഞ രൂപത്തില് അത്തവസ്സുൽ, മഹാന്മാരെ ഇടയാളന്മാരാക്കിക്കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുക, അങ്ങനെ ഒരു രൂപം പഠിപ്പിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇസ്തിഗാസ എന്നൊരു അധ്യായം ഉണ്ടോ? അന്വേഷിച്ച് നോക്കി. ഇല്ല, ആ മഹാന്മാരുടെ ഗ്രന്ഥത്തിലും ഇല്ല. അപ്പൊ പുത്തൻവാദി ആരാണ്? ഖുർആൻ കൈവഴിച്ച ആളുകൾ. നമുക്ക് അള്ളാഹ് ഖുർആനിൽ കൃത്യമായി പറഞ്ഞു തരാണ്, മാലക്കും മിൻ ദൂനിഹി മിൻ വലിയും വലാ ഷഫീഅ. നിങ്ങൾക്ക് ആ അള്ളാഹു അല്ലാതെ മറ്റൊരു വലിയില്ല, ഒരു രക്ഷകനില്ല എന്ന്. അപ്പൊ ഖുർആനിലില്ലാത്തൊരു കാര്യം, ഹദീസിലില്ലാത്തൊരു കാര്യം, ആദ്യകാലത്തെ ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളിലും ഇല്ലാത്തൊരു കാര്യം സമൂഹത്തില് നടമാടുമ്പോ അത് ഇവിടുത്തെ പണ്ഡിതന്മാർക്കൊക്കെ തിരിച്ചറിയാം, സമൂഹത്തിന് അത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുകയും ചെയ്യും. എന്നിട്ടും ഭൗതികമായ നേട്ടങ്ങളുടെ പേരിൽ, ലക്ഷങ്ങളുടെയും കോടികളുടെയും വരുമാനത്തിന്റെ പേരിൽ ന്യായീകരിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് സമൂഹത്തിലെ ബഹുഭൂരിപക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മള് ഇത് സമൂഹത്തോട് പറഞ്ഞു കൊടുത്തിട്ട് ഈ ഖുർആനിലില്ലാത്തൊരു കാര്യം, ഹദീസിലില്ലാത്തൊരു കാര്യം, മഹാന്മാരുടെ ഇമാമിയങ്ങള് ഗ്രന്ഥങ്ങളിലില്ലാത്തൊരു കാര്യം, എന്നിട്ടും എന്താണ് ആളുകൾ ഇങ്ങോട്ട് കടന്നു വരാത്തത്? നമ്മളിപ്പോ കൂട്ടാളിലെ 4-5 ആൾക്കാര്, പാലോളിലെ 4-5 ആൾക്കാര്, പൂരത്ത് 4-5 ആൾക്കാര്, അങ്ങനെ ആയിപ്പോയല്ലോ ഒരു വേജാറ് നമുക്ക് ഉണ്ടാവേണ്ടതില്ല. കാരണം നമ്മൾ ഖുർആനിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ, പ്രവാചകന്മാർ പഠിപ്പിച്ചതനുസരിച്ചാണ് നമ്മൾ നിലനിൽക്കുന്നതെങ്കിൽ ഒരു വിഷമവും നമുക്ക് ഉണ്ടാവേണ്ടതില്ല. പകരം നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യം എന്താ അറിയോ?
അപ്പുറം നിൽക്കുന്ന കൗമ് വിഗ്രഹം വെച്ച് ആരാധിക്കാത്തത് നമ്മൾ നാലാൾക്കാർ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അത് നമുക്ക് ഒരു ആശ്വസിക്കാം. കാരണം ഇത് പറയാനും നമ്മളിവിടെ അല്ലെങ്കിൽ ന്യായീകരിച്ചുകൊണ്ട് വിഗ്രഹം വെച്ച് പൂജിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ അവരെത്തുമായിരുന്നു. ഇപ്പൊ ജാറത്തിൽ കഴിഞ്ഞു പോയ ആൾക്കാരോട് വിളിച്ചു തേടുന്ന ഒരു അവസ്ഥയേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ മഴ പെയ്യിക്കാനും ഇല്ലാത്ത ചന്ദ്രനെ ഉദിപ്പിക്കാനും മരിച്ചുപോയവരെ ജീവിപ്പിക്കാനും ഒക്കെ കഴിവുള്ള ജീവിച്ചിരിക്കുന്ന ഔലിയാക്കന്മാരുണ്ട് എന്നാ പറയുന്നത്. ജീവിച്ചിരിക്കുന്ന ഔലിയാക്കന്മാർ, പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്നുണ്ടാവും പലരെയും. അവരൊക്കെ ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത്, ജീവിച്ചിരിക്കുന്ന സമയത്ത്, ഇന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും വിളിച്ച് തേടാം എന്നിവരാരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ സമസ്തക്കാര്? ലോകത്തിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഔലിയാക്കന്മാര് കുറെ ആൾക്കാരുണ്ട്. അവരുടെ വിശ്വാസപ്രകാരം അവരോട്, ആ ജീവിച്ചിരിക്കുന്ന ആളുകളോട് ഇവരാരെങ്കിലും കൂട്ടാളിൽ നിന്നും പൂനത്തുനിന്നും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തും വിളിച്ചു തേടുന്നുണ്ടോ? ഇല്ല. എന്താ തേടാത്തത്? അവര് കേൾക്കൂല, ഉത്തരം ചെയ്യൂല. മരിച്ചാലോ കേൾക്കും, കാണും, ഉത്തരം ചെയ്യും. ഇതാര് പഠിപ്പിച്ചതാ? ആര് പഠിപ്പിച്ചതാണ് ഈ വിശ്വാസം? റസൂലുള്ളാഹി പഠിപ്പിച്ചതാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പഠിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ജീവിച്ചിരിക്കുന്ന മരിച്ചു പോയാൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി എന്ന്, ലോകത്തിന്റെ ഏത് മുക്കുമൂലയിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ നമ്മള് സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ഈ സത്യം അംഗീകരിക്കുന്നവരല്ല എന്നതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമായി എന്നതുകൊണ്ട് യാതൊരു മനപ്രയാസവും എനിക്കും നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതില്ല. എത്ര ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായാലും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായാലും തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരവസ്ഥയും അത് കഴിവിന്റെ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ, അതിനുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് അത് സൂചിപ്പിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും തൗഹീദ് അനുസരിച്ച് യഥാർത്ഥ മുവഹിദുകളായി ജീവിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ ഇഷ്ടദാസന്മാർ, അവനെ അംഗീകരിച്ച് അവന് കീഴൊതുങ്ങിക്കൊണ്ട് അവന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുന്ന അനുഗ്രഹീതനായ വിജയികളായ ആളുകളുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റഹ്മുർ-റഹീമീനായ റബ്ബെ, ദീനിനെ യഥാവിധി മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകന്മാർ അംഗീകരിച്ച, ലോകത്ത് കഴിഞ്ഞു പോയ മഹാന്മാര് അംഗീകരിച്ച അഹ്ലുസുന്നയുടെ വിശ്വാസം അനുസരിച്ച് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും ഞങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരണ റഹ്മാനെ. ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണ റബ്ബെ. നാളെ വിചാരണ നടത്തുന്ന വേളയിൽ ഞങ്ങളെ നീ നിന്ദിക്കരുത് റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, അവരുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കുകയും അവരുടെ ഖബർ ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കുകയും ചെയ്യുന്ന റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിപ്പിക്കുകയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളേവരെയും നീ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ. അള്ളാഹുവെ, ഭൗതിക ലോകത്ത് എല്ലാതരം ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കാത്ത എല്ലാതരം പരീക്ഷണങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരും നീ കാത്തു രക്ഷിക്കണ റഹ്മാനെ. അള്ളാഹുവെ, എല്ലാ അവസ്ഥകളിലും നിന്നെ സ്തുതിക്കുന്ന, നിന്നോട് നന്ദിയുള്ള മനസ്സിന്റെ ഉടമകളായി ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരും നീ അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹുവെ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ഓരോരുത്തരും നീ കാത്തു രക്ഷിക്കണ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.